പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് ഭൂമി തരം മാറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിൽ ഒരു പരിഹാരം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ട് വിവരങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പം നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് പോകാം. ഇപ്പോൾ ഏറ്റവും പുതിയൊരു അറിയിപ്പായിട്ട് വന്നിരിക്കുന്നത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണം ഭേദഗതി നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെടാത്ത നിലം ഇനത്തിൽപ്പെട്ട 10 സെൻറ്റ് വിസ്തൃതിയിൽ ഉള്ള ഭൂമിയിൽ 1291.67 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടും പരമാവധി 5 സെൻറ്റ് വിസ്തൃതിയുള്ള ഭൂമിയിൽ 430.56 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടവും നിർമ്മിക്കാൻ ഭൂമി തരമാറ്റം അനുമതി വേണ്ട എന്നാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രത്യേകമായിട്ട് മന്ത്രിയും ആ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം വ്യക്തമാക്കി തദ്ദേശ വകുപ്പിൻ്റെ സർക്കുലർ പുറത്തിറങ്ങി. ഈ ആനുകൂല്യം ഒരിക്കൽ മാത്രമേ അനുവദിക്കാവൂ. സ്വന്തമായി വീടില്ലാത്ത അർഹരായ ഡാറ്റാ ബാങ്കിലോ നെൽവയൽ തണ്ണീർത്തട പരിധിയിലോ ഉൾപ്പെട്ടാലും വീട് നിർമ്മാണത്തിന് അനുമതി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലും പറഞ്ഞു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റത്തവണ മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. നേരത്തെ ഈ ആനുകൂല്യം ലഭിച്ചവർക്ക് ലഭിക്കുകയില്ല. ഇനി പുതുതായിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. അപേക്ഷ കൊടുത്തിട്ടുള്ള പല ആൾക്കാരും തടസ്സങ്ങൾ പറഞ്ഞ് ഇതുവരെയായിട്ടും സാധിക്കാത്തവരുണ്ട്. അവർക്കൊക്കെ ഇതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. ഇതേക്കുറിച്ച് അറിവില്ലാത്ത ജീവനക്കാരും ഉണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗുരുതരമായ അനാസ്ഥയും ഈ കാര്യത്തിലുണ്ട്. അപേക്ഷകൾ സ്വീകരിക്കാതെയും വസ്തുതകൾ മനസ്സിലാക്കാതെയും ഉദ്യോഗസ്ഥർ വരുത്തുന്ന കാലതാമസം മൂലം ലൈവ് ഗുണഭോക്താക്കളടക്കം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സർക്കുലർ വന്നിരിക്കുന്നത്. പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനവും തരമാറ്റ അനുമതി ആവശ്യപ്പെടാൻ പാടില്ല. നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഈ ആനുകൂല്യം ലഭ്യമായ എല്ലാ അപേക്ഷകളും ഈ ഫെബ്രുവരി 22 അതായത് 2025 ഫെബ്രുവരി 28 മുമ്പ് തീർപ്പാക്കിയിരിക്കണമെന്ന് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ആവശ്യമെങ്കിൽ 27-നും 28-നും അദാലത്തുകൾ സംഘടിപ്പിക്കാനും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് അറിവില്ലാത്തതുകൊണ്ട് അപേക്ഷ കൊടുക്കുകയും അങ്ങനെ ഉള്ള അപേക്ഷയിൽ അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അപേക്ഷ കൊടുത്തതെങ്കിൽ ഉദ്യോഗസ്ഥർ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് ആ ഒരു അപേക്ഷയുടെ ആവശ്യമില്ലാതെ തന്നെ അവർക്ക് തരം മാറ്റൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഈ ഫെബ്രുവരി 28-നകം നിലവിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാത്ത ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ അപേക്ഷകളും ഈ ഫെബ്രുവരി 28-നകം ചെയ്ത് കൊടുക്കണമെന്ന് ശക്തമായ നിർദ്ദേശം തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇല്ലാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടില്ലെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു വീട് വെക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു അനുഗ്രഹമാണ് ഈ ഒരു വാർത്ത. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.